ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് സാധാരണ പോലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും ലഞ്ചിന് ഉണ്ടാക്കുന്നതൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോഴേ കറണ്ട് ഇല്ല. അപ്പോൾ വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങൾ ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ, ഇരുട്ടായതുകൊണ്ട്. കറണ്ട് പോയാൽ കത്തുന്ന ബൾബൊക്കെ ഉണ്ട്, പക്ഷേ അതിന് വെളിച്ചക്കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടുള്ള വെളിച്ചക്കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിക്കുള്ള മാവൊക്കെ തലേ ദിവസം ഞാൻ അരച്ചൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. ഇപ്പോൾ മാവൊക്കെ നല്ലോണം പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ഉപ്പ് നമ്മളിപ്പോൾ കല്ലുപ്പ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കല കേട്ടോ. അപ്പോൾ അതിന് വെള്ളമൊക്കെ അതിക്ക് ഒഴിച്ചു കൊടുത്തു, ഉപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതാ ഇഡ്ഡലി തട്ടിൽ ഓയിലൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറും തന്നെ വേവാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചോറ് ഞാനപ്പോൾ ചെറിയ അടുപ്പത്തേക്ക് അങ്ങോട്ട് മാറ്റി കൊടുത്തു. അങ്ങനെ ഇഡ്ഡലി ചെമ്പിൽ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി തട്ടയ്ക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇഡ്ഡലിക്ക് മാവൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ കുറഞ്ഞ ചൂട് ഉള്ള ആ തട്ടിന് കുറഞ്ഞ ചൂട് തട്ടുമല്ലോ, അങ്ങനത്തെ നേരത്തെ ഇതേപോലെ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തട്ടിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിയായിട്ടുള്ള ഇഡ്ഡലി കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ഇഡ്ഡലി മാവിൻ്റെ റെസിപ്പി കാണിക്കുമെന്ന് ചോദിച്ചിനി ചില കൂട്ടുകാരൊക്കെ. അപ്പോൾ ഞാൻ ഇൻഷാല്ല കാണിക്കുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ വൈകുന്നേരം മാവ് റെഡിയാക്കി വെച്ചപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ ഞാൻ ഒരു തട്ടിൽ 3 കുഴിയിൽ മാവ് ഒഴിച്ചു കൊടുത്തപ്പോൾ ഫോൺ ബെല്ലടിച്ചിട്ടോ. അപ്പം നമ്മളെ ബാവുക്കാക്ക് വിളിച്ചിട്ടുണ്ടായിന് ആ സമയത്ത്. അപ്പോൾ പിന്നെ അതാണ് അവിടെ വീഡിയോ പിന്നെ സ്റ്റക്കായത് കേട്ടോ. പിന്നെ ഇഡ്ഡലി വെന്തിട്ടാണ് ഞാൻ കാണിച്ചത്. രാവിലെ നമ്മൾ ഐഫക്കുട്ടി മദ്രസക്ക് പോണതിൻ്റെ മുന്നേ ഒന്ന് വിളിക്കലുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് നേരം വൈകിയിട്ടുണ്ട് കേട്ടോ വിളിക്കാൻ. അപ്പോൾ ഇതാ ഞാൻ ഇഡ്ഡലിയൊക്കെ ആവി കയറ്റാനൊക്കെ വെച്ചു. പിന്നെ നമ്മൾ ചിഞ്ചുമോൾക്കൊന്ന് കൂട്ടാൻ കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ഒരു മെഴുക്ക് വരട്ടിട്ടോ, ഫ്രൈ ചെയ്തതല്ല, ഒരു മെഴുക്ക് വരട്ടി രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വേഗമായിക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് അരിപ്പൊടിയും കുറച്ച് നാരങ്ങ നീരൊക്കെ ചേർത്താണ് അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതാട്ടോ. പിന്നെ ഇതാ നമ്മളെ ഇരുമ്പിൻ്റെ പുതിയ ചട്ടി ഉണ്ടല്ലോ, ആ ചട്ടി അടുപ്പത്ത് വെച്ച് അതിക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. എന്നാൽ പിന്നെ അടിഭാഗമൊക്കെ മൊരിഞ്ഞ് വരും. പിന്നെ നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് വരുമ്പം എല്ലാ ഭാഗവും മൊരിഞ്ഞ് കിട്ടിക്കോളും. ഇങ്ങനെ അടച്ചു വെക്കണതുകൊണ്ട് എളുപ്പം വെന്ത് കിട്ടും. പിന്നെ നല്ല കനല്ല ചട്ടിയാവുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനമൊക്കെ എളുപ്പത്തിൽ വെന്ത് കിട്ടും. അങ്ങനെ ഇതാ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒന്നും തലേ ദിവസം റെഡിയാക്കി വെക്കാത്തൊരു ദിവസമാട്ടോ. ഈ മാവ് മാത്രമേ ഉള്ളൂ ഇനി കയ്യിൽ, ഇഡ്ഡലി മാവ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിനി. ഇത് പക്ഷേ പച്ചക്കറികളൊന്നും കട്ട് ചെയ്ത് വെക്കാൻ കൂടിയിട്ടില്ലേനെ കേട്ടോ ഒന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് ചിഞ്ചുമോൾക്ക് പോകാൻ നേരം വൈകും. അപ്പോൾ ഞാൻ വേഗം ചട്നി ഉണ്ടാക്കാമെന്ന് കരുതി വേഗം കുറച്ച് തേങ്ങയൊക്കെ ചിരകി അരച്ച് ഇതാ ചട്നി റെഡിയാക്കിയിട്ടുണ്ട്. സാമ്പാറാകുമ്പോൾ പിന്നെ കുറേ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യണ്ടേ, ഇതാവുമ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ ചട്നി. പിന്നെ ചട്നി ഇതേപോലെ തേങ്ങ അരച്ചത് ഒഴിച്ചിട്ട് പിന്നെ ഞാൻ തിളപ്പിച്ചെടുക്കലില്ല കേട്ടോ. ആ ചട്ടിൻ്റെ ചൂടും ആ എണ്ണൻ്റെ ചൂടിലും കടന്നിട്ട് ആ തേങ്ങ കുക്കാവും. അങ്ങനെ ആകുമ്പോഴാണ് ചട്നിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. അത് എങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു ബൗൾക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അതിക്ക് താളിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ചൂടുള്ള വെളിച്ചെണ്ണയിൽ കടന്നിട്ട് തേങ്ങ കുക്കാവുമെന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ചട്നിക്ക്. അങ്ങനെ ചട്നി ആയി. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും വെന്തിട്ടുണ്ടായിന്. അപ്പോൾ അത് ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തു. പിന്നെ ആ ഒരു ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ആ ഒരു എണ്ണയ്ക്ക് ഒരു മുട്ടയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുട്ട പൊരിക്കാനും സവാളയൊക്കെ അരിഞ്ഞാണ്ട് ഞാൻ റെഡിയാക്കി വെച്ചിനി. അങ്ങനെ മുട്ടി ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇഡ്ഡലിയൊക്കെ കുറച്ച് നേരമായിട്ടോ വന്ന് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട്. അപ്പം ഒന്നിങ്ങോട്ട് തണുത്തതിന് ശേഷം തട്ടുന്ന എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തട്ടിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിയിൽ കിട്ടും. ഇന്നിപ്പോൾ ഞാൻ ഇഡ്ഡലിക്ക് മാവ് ഉണ്ടാക്കിയത് ചാക്കരിയും പച്ചരിയും ഉഴുന്നും രണ്ടും കൂടെ കൂട്ടിയിട്ട് അങ്ങനെയാണ് കേട്ടോ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ചാക്കരി കൂട്ടിയാൽ നല്ലതാണ്. ചാക്കരി പറഞ്ഞാൽ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങണ അരിയില്ലേ, തിളച്ചാൽ വേവണ അരിയാണ്, പൊന്നിയരി അങ്ങനത്തെ അരി കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണെന്ന് മാവ് റെഡിയാക്കിയത്. അപ്പോൾ ഇഡ്ഡലി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുമുണ്ട്. നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ് കേട്ടോ. അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഞാൻ ഒരു പാത്രത്തേക്കൊക്കെ ആക്കി കൊടുത്തു. അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ആയി. പിന്നെ നമ്മളെ ചട്നി റെഡി ആയിട്ടുണ്ടല്ലോ, അപ്പോൾ അതും ഞാൻ ഇതേപോലെ ഒരു പാത്രത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ടേബിൾ മക്കന്നെ എടുത്ത് വെച്ചാൽ മക്കൾ അങ്ങനെ എടുത്ത് കഴിച്ചോളും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഐഫക്കുട്ടി ഉണ്ട് കേട്ടോ അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണം. അപ്പോൾ ഐഫക്കുട്ടിക്ക് ചായ കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ മുട്ടയൊക്കെ ഒഴിച്ചിനല്ലേ ചട്ടിക്ക്, പിന്നെ വന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. രാവിലത്തെ ഒരു തിരക്ക് പറയണ്ടല്ലേ, 4 കൈ വേണം നമുക്ക് ശരിക്ക്.
പ്രത്യേകിച്ച് സ്കൂൾക്ക് പോകാൻ മക്കളുള്ള വീട്ടിൽ നല്ല തിരക്കേക്കാരൻ രാവിലെ. ഇവിടെ ഇപ്പം 4 ആളുണ്ട് പോവാൻ. അതിൽ 2 ആൾക്ക് നേരത്തെ പോകണം, 2 ആൾക്ക് പിന്നെ കുറച്ച് വൈകി പോയാൽ മതി. എന്നാലും ഒക്കെ നേരത്തെ തന്നെ ആവണ്ടേ. ചോറും ആവണം, ബ്രേക്ക്ഫാസ്റ്റും ആവണം, പിന്നെ കൊണ്ടാക്കി കൊടുക്കും വേണം. അങ്ങനെ എന്തായാലും ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ ചോറ് വേഗം ചിഞ്ചുവിനുള്ളത് പാത്രത്തിലാക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം എനിക്കും വർക്കുള്ളതാണ്. നമുക്കിപ്പം ഹോം ഷോപ്പിൻ്റെ ബില്ല് ക്ലോസിംഗ് ഒക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഓണല്ലേ, ഓണായതുകൊണ്ട് 30-ാം തീയതി ആകുമ്പോഴത്തേന് ക്ലോസിങ്ങും നടത്തണം, അവർക്കുള്ള സാലറി കൊടുക്കണം, ഓണക്കോടി കൊടുക്കണം, അങ്ങനെ അതിൻ്റെതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വേഗം നമ്മൾ കുക്കിംഗ് ഒക്കെ രാവിലെ തന്നെ തീരുമ്പോൾ പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതും പെട്ടെന്നാണ് തീർത്തിട്ട് നമ്മളെ ജോലിക്ക് നിൽക്കുക. അപ്പോൾ ഇതാ ചിഞ്ചുമോൾക്കുള്ള ചോറൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള മെഴുക്കുവരട്ടിയും, ഇത് ശരിക്കും ഫ്രൈ ആയ പോലെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ ആ ചട്ടിയിൽ ഉണ്ടാക്കിയതുകൊണ്ട് നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മുട്ട പൊരിച്ചതും ഒക്കെ വെച്ച് കൊടുത്തു. പിന്നെ ഹൈഫക്കുട്ടിക്കൊന്നൊന്ന് ചോറും പിന്നെ കൂട്ടാനൊന്നും വേണ്ട കേട്ടോ. റിച്ചുമോൻ ചിലപ്പോൾ ചോറ് കൊണ്ടുപോകലുണ്ട്. ഇന്നിപ്പോൾ അവർക്ക് ഓണസദ്യയാണ്, അപ്പോൾ അതുകൊണ്ടൊന്നും കൂട്ടാനൊന്നും കൊണ്ടുപോകണില്ല. ചിഞ്ചുവിനില്ലതാക്കി കൊടുത്ത് പിന്നെ ഓളെ ഞാൻ കൊണ്ടാക്കി വന്നു. എന്നിട്ട് ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ചട്നി എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെ തേങ്ങാ ചട്നി, മുളക് പൊടി ഇട്ടുണ്ടാക്കുന്ന ചട്നി ഉണ്ടല്ലോ, അത് ഇഡ്ഡലിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും ഒക്കെ അതിൽ മുക്കി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പച്ചമുളക് ഞാൻ അധികം ചട്നിക്ക് ഇടലില്ല. അങ്ങനത്തെ ചട്നി എനിക്ക് വലിയ ഇഷ്ടമല്ല. അതങ്ങനെ ഒരു ടേസ്റ്റാണ്, ഇതിങ്ങനെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് ഇനി കഴുകാൻ. പിന്നെ വേഗം അതൊക്കെ കഴുകി വെച്ച് ഇനി നമ്മൾ സാമ്പാറാണ് കേട്ടോ ചോറിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ കുക്കർ എടുത്തിട്ട് പരിപ്പ് ആദ്യം കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കൊണ്ടുവന്ന പരിപ്പ് നല്ല പരിപ്പാട്ടോ, തിളച്ച വേവണ പരിപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പരിപ്പ് നമ്മളായിട്ട് 2 വിസിലൊക്കെ അടുപ്പിച്ചാലും വെന്ത് കിട്ടില്ല, ഒരു കട്ടിയുള്ള സൈസ് പരിപ്പിന്. അപ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ട്, അങ്ങനെ കട്ടിയുള്ള പരിപ്പറ്റിയാണോ അത് വേവൂലാവോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം കുക്കറിൽ ഇതേപോലെ പരിപ്പിട്ട് കൊടുത്ത് കഴുകി മഞ്ഞപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് വേവിക്കാൻ വെച്ചത് കേട്ടോ. പരിപ്പ് വേവാഞ്ഞാൽ സാമ്പാറിൻ്റെ കഥ പറയണ്ട. സാമ്പാർ ടേസ്റ്റും ഉണ്ടാവില്ല, കാണാനും ഒരു ഇതുണ്ടാവില്ല. സാമ്പാർ ഒരു കുറുകിയ സാമ്പാറൊന്നായിട്ട് കിട്ടൂല. അപ്പോൾ ഞാൻ എന്തായാലും പരിപ്പ് ഒരു വിസിലടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കർ. പിന്നെ വേഗം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ തക്കാളിയും വെണ്ടയ്ക്ക് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, അതിന് നമുക്ക് വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ കുക്കർ ഒരു വിസിലടിച്ച് ഞാൻ ഓഫ് ചെയ്തിനി. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വന്നപ്പോൾ തന്നെ അതിൻ്റെ പ്രഷറൊക്കെ പോയിക്കണ്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കുക്കർ തുറന്ന് നോക്കിയപ്പോഴേ പരിപ്പ് നല്ലോണം വെന്തിക്കണം കേട്ടോ, വെന്ത് കലങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിക്ക് ധാന്യം നമ്മളെ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ള സാമ്പാർ പൊടി നമ്മളെ കറിക്കൂട്ടിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ, സാമ്പാർ മിക്സ്. ഇത് ചേർക്കുമ്പോൾ തേങ്ങ വറുത്തരക്കേണ്ട ആവശ്യമില്ല, ഇത് തേങ്ങയൊക്കെ വറുത്തരച്ച് വരുന്ന സാമ്പാർ പൗഡറാണ്. അപ്പോൾ ഒരു 2-2.5 സ്പൂണൊക്കെ ഇത് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേങ്ങ വറുത്തരച്ച സാമ്പാറിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. വേറെ നമ്മൾ സെപ്പറേറ്റ് വേറെ ഒരു പൊടികളും ചേർക്കേണ്ട ആവശ്യമില്ല. മഞ്ഞൾപ്പൊടി മാത്രം, നേരത്തെ ഞാൻ പരിപ്പ് വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തില്ല, ആ ഒരു മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഹോം ഷോപ്പിലത്തെ ഒരു പ്രൊഡക്റ്റാണ്. അങ്ങനെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്കർ ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു വിസിലടുപ്പിച്ചിട്ട് വേവിച്ചെടുത്ത്. പിന്നെ കുറച്ച് പ്രഷർ പോയിട്ടുണ്ട്, ഇനി ബാക്കി പ്രഷർ ഞാൻ കളഞ്ഞും ചെയ്തു. എന്നിട്ട് തുറന്നു നോക്കിയപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്കും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് സാമ്പാർക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെണ്ടക്ക ഒന്ന് വഴറ്റിയെടുത്തു. എന്നിട്ട് പിന്നെ ഒരു തക്കാളിയും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച സാമ്പാറുണ്ടല്ലോ, അത് ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക. എന്നാൽ പിന്നെ ആ ഒരു വെണ്ടക്കൻ്റെ ഉള്ളൊക്കെ വേവാനുണ്ടെങ്കിൽ ഒന്ന് വെന്തും ചെയ്തോളും. എണ്ണയിൽ വഴറ്റിയതാണെന്നാലും ചിലപ്പോൾ വേവാണ്ടെങ്കിലും. അപ്പോൾ ഒന്നും ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ സാമ്പാർ നല്ല കുറുകിയ സാമ്പാറാട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണല്ലോ, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തിക്കായി വരും. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള സാമ്പാറാട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ കുറുകാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ സാമ്പാറൊക്കെ റെഡിയായി അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് പിന്നെ അതൊന്ന് വറവിട്ട് കൊടുക്കുകയും ചെയ്തു. വെളിച്ചെണ്ണയിൽ ഉലുവയും കടുകും കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും ഒക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സിമ്പിൾ സാമ്പാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണക്കമീൻ ഫ്രൈ ചെയ്തതാണെന്ന് പിന്നെ അതിൻ്റെ ഒപ്പം കൂട്ടാനുള്ളത്. അപ്പോൾ ഞാൻ അതും കഴുകി കുറച്ച് കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇനി കട്ട് ചെയ്താണ്ട്. അപ്പോൾ അതിനെടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടാണ്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി വേഗം അതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മളെ ചോറും കൂട്ടാനും ആയിട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ ഉണക്കമീൻ. എൻ്റെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമല്ല. കുട്ടികൾക്ക് പറഞ്ഞാൽ വലിയ കുട്ടികൾക്ക് രണ്ടാൾക്കും ഇഷ്ടമല്ല, മറ്റവർക്ക് രണ്ടാൾക്കും കുഴപ്പമില്ല, അവർക്ക് പറ്റും.
അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ഓരോ ഇഷ്ടമൊന്നും നോക്കിയിട്ടില്ല. ഇന്നലെ ഞാൻ കുറച്ച് ഉണക്കമീൻ കൊണ്ടിരിപ്പിച്ചതേനി കേട്ടോ. എനിക്ക് പൂതിയായിക്കണം. സാമ്പാറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഉണക്കമീൻ. ഇഷ്ടമല്ലവർക്ക് കേട്ടോ, ഇഷ്ടമില്ലാത്തവർക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവർക്ക് മുട്ട എന്തെങ്കിലുമൊക്കെ പൊരിച്ചു കൊടുക്കാം. ഈ ഉണക്കമീൻ കാണുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ വല്യമ്മാനെ ഓർമ്മ വരും കേട്ടോ. ഉമ്മാനെ ഓർക്ക് എന്നും അവിടെ ഉമ്മാൻ്റെ വീട്ടിൽ ഉണക്കമീൻ കഴിക്കാരം, അല്ലെങ്കിൽ തളമീൻ, അല്ലെങ്കിൽ മാന്തളമീൻ, ഇനിയിപ്പോൾ ഇറച്ചിയോ മീനോ എന്ത് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും ഉണക്കമീൻ ഇല്ലാതെ ഉണ്ടാവില്ല കേട്ടോ. ഉമ്മാക്ക് ചെറിയൊരു പൊട്ട് ഉണക്കമീനയിൽ കിട്ടണം. അങ്ങനെ പണ്ടുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ ഒരു ശീലമാണല്ലേ. പാവം ഓരൊക്കെ മരിച്ചു പോയില്ലേ, എന്നാലും അങ്ങനെ ഒരു ഓർമ്മയാണ് അതൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇതാ ഞാൻ പിന്നെ കുറച്ച് ചോറൊക്കെ വിളമ്പിട്ടേ ചോറൊക്കെ കഴിക്കാണ് കേട്ടോ. കുറച്ച് സാമ്പാറൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഉണക്കമീൻ, ഒന്നാമത് ഈ ഉണക്കമീൻ കൂട്ടാനായിട്ടാണ് കേട്ടോ ചോറ് കഴിക്കാനൊരു പൂതി വേഗം. അല്ലെങ്കിൽ ഇപ്പോഴൊന്നും ഞാൻ കഴിക്കലില്ല. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ ആയതല്ലേ. അപ്പോൾ ഞാൻ സാമ്പാറൊക്കെ ഒഴിച്ചു കൊടുത്തു, 2 ഉണക്കമീനിൻ്റെ കഷ്ണവും പിന്നെ രാവിലെ കുട്ടിയൊക്കെ ഉണ്ടാക്കിയ കിഴങ്ങ് മെഴുക്ക് വരട്ടിയും പിന്നെ 2 പപ്പട കഷ്ണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് കൂട്ടിക്കുഴച്ച് ചോറൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഊണ് കുശാലേനി, നല്ല ടേസ്റ്റും ഉണ്ടായിന്. അപ്പം ഇൻഷാ അല്ലാഹ് നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കും.